ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിലും കേരളം വിധിയെഴുതിയപ്പോൾ 70.80% പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തെക്കാളും കുറഞ്ഞ പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഇതിന് കാരണങ്ങൾ പലതാണ്. കാലാവസ്ഥ മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പാളിച്ചകൾ വരെ. കോൺഗ്രസിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ് എറണാകുളം. ഉപതിരഞ്ഞെടുപ്പുകൾ മാറ്റി നിർത്തിയാൽ 3 തവണ മാത്രമാണ് ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടിട്ടുള്ളത്. അതേസമയം LDF BJPയിലും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലുമാണ്. ക്രിസ്ത്യൻ ലാറ്റിൻ കാത്തോലിക്ക വിഭാഗമാണ് എറണാകുളം മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത്. വോട്ടെടുപ്പിന്റെ അന്തിമ കണക്കുകൾ പുറത്തു വരുമ്പോൾ എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിലെ പോളിംഗിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് നേട്ടമാകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുന്നുണ്ട്. 2019 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2 മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറവാണ്. ചില അപ്രതീക്ഷിത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് മുന്നണികൾ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ 80.44%, എറണാകുളത്ത് 77.54% ആയിരുന്നു. 2024 ലോക്സഭാ ഇലക്ഷനിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് 68.27%, ചാലക്കുടിയിൽ 71.84% പോളിംഗ് രേഖപ്പെടുത്തിയത്. 72.2% 2019 എങ്കിൽ 73.58% 2014. കളമശ്ശേരി 70.55%, പറവൂർ 72.81%, വൈപ്പിൻ 71%, കൊച്ചി 66.35%, തൃക്കാക്കര 66.30%, തൃപ്പൂണിത്തറ 67.66%, എറണാകുളം 62.42% എന്നിങ്ങനെയാണ് ഓരോ നിയോജക മണ്ഡലത്തിലെയും കണക്കുകൾ. വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്ന് മാത്രമല്ല, ചില അപ്രതീക്ഷിത കാര്യങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ നിലവിൽ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് മുന്നണികൾ ഉള്ളത്. എറണാകുളത്തേക്കാൾ ചാലക്കുടിയിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്. എറണാകുളം ജില്ലയിൽ കുന്നത്ത് നാടാണ് 2019 തെരഞ്ഞെടുപ്പിലും 2024 തെരഞ്ഞെടുപ്പിലും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച കുറെ ഘടകങ്ങൾ ഉണ്ട്. അത്തരത്തിലുള്ള സമാനമായ ഒരു അനുകൂല ഘടകങ്ങൾ ഇത്തവണ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വമ്പൻ പ്രചാരണമായിരുന്നു UDF നടത്തിയത്. എന്നാൽ മുൻകാല തെരഞ്ഞെടുപ്പുകൾ പോലെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഇത്തവണ സാധിച്ചില്ല. അതേസമയം കന്നി വോട്ടർമാരിലും ഇടതുപാളയത്തിൽ നിന്നുള്ള ഭരണവിരുദ്ധ വോട്ടർമാരിലും കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. സർക്കാരിനെതിരായ വികാരം കോൺഗ്രസിന് അനുകൂലമായേക്കാം. അങ്ങനെ ഒരു കണക്കുകൂട്ടലിലാണ് UDF ഉള്ളത്. എറണാകുളം മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് കനത്ത ചൂട് മൂലവും പഠനത്തിനും ജോലി ആവശ്യത്തിനുമായി കേരളത്തിന് പുറത്തേക്ക് പോയ വോട്ടർമാരുടെ അഭാവവും ചെറുപ്പക്കാരുടെ അസാന്നിധ്യവും ആണെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം നഗര മേഖലകളിലാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്. UDFന് മികച്ച മേൽക്കൈയുള്ളത് നഗര മേഖലകളിലാണ്. അവിടെ വോട്ട് ശതമാനം കുറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കാര്യത്തിൽ യാതൊരു ആശങ്കയും ഇല്ല എന്നാണ് ഹൈബി ഈഡൻ പ്രതികരിച്ചത്. പറവൂർ മണ്ഡലത്തിൽ ഇത്തവണ വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട്. അത് തനിക്ക് ഗുണകരം ആകുമെന്ന പ്രതീക്ഷയിലാണ് KJ ഷൈൻ. ND സ്ഥാനാർത്ഥിയായ ഡോക്ടർ KS രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു ഇത്തവണ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. വോട്ട് ശതമാനം ഉയർത്താൻ മാത്രമല്ല, വിജയിച്ച് കയറുമെന്നായിരുന്നു വോട്ടെടുപ്പിന് മുന്നേ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം. കഴിഞ്ഞ തവണ ND സ്ഥാനാർത്ഥി അൽഫോൻസ് കണ്ണന്താനം നേടിയത് 1.38 ലക്ഷം വോട്ടുകളാണ്. തൃപ്പൂണിത്തറ പോലുള്ള മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഈ മണ്ഡലങ്ങൾ എങ്ങനെ വോട്ട് ചെയ്തു എന്നതും എറണാകുളം ഫലത്തിൽ ഒരു നിർണായക ഘടകമായിരിക്കും. അതേസമയം നോക്കുമ്പോൾ ചാലക്കുടിയിൽ ഇത്തവണ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാലക്കുടിയിലെ അന്തിമ കണക്കുകൾ പ്രകാരം 71.94% പോളിംഗ്. കഴിഞ്ഞ തവണ പോളിംഗ് ശതമാനം 80.94%. അതായത് 9% വോട്ടുകളുടെ കുറവാണ് ചാലക്കുടിയിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 1.15 ലക്ഷം വോട്ടിനായിരുന്നു UDFന്റെ ബെന്നി ബെഹനാൻ ഇടതുപക്ഷത്തിന്റെ ഇന്നസെന്റിൽ നിന്ന് ചാലക്കുടി മണ്ഡലം പിടിച്ചെടുത്തത്. ബെന്നി ബെഹനാനെ തന്നെയാണ് ഇത്തവണ UDF കളത്തിലേക്ക് ഇറക്കിയത്. പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ് വിജയത്തെ ഒട്ടും ബാധിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. അതേസമയം 2020 കാര്യമായ സ്വാധീനം
ചെലുത്തുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലങ്ങളാണ് ചാലക്കുടി, പെരുമ്പാവൂർ, കുന്നത്തുനാട് തുടങ്ങിയ മണ്ഡലങ്ങൾ. അവിടങ്ങളിലെല്ലാം പോളിംഗിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇരു മുന്നണികൾക്കും ആശ്വാസം പകരുന്നതാണ്. എന്നാൽ പരമ്പരാഗത വോട്ടുകളിലാണ് LDF കണ്ണു നട്ടത്. LDFന്റെ ഉറപ്പായ പാരമ്പര്യ വോട്ടുകളെല്ലാം പെട്ടിയിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് LDF അനുമാനിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പോലെ വൈകാരികമായ ഘടകങ്ങൾ ഒന്നും ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. നമുക്കറിയാം, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു. മാത്രമല്ല, ശബരിമല വിഷയമെല്ലാം തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ വൈകാരികമായി സ്വാധീനിച്ചിരുന്നു. ഇത്തവണ പക്ഷേ അത്തരം ഘടകങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാൻ സാധിക്കും. നിലവിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് വടകരയിലാണ്. വടകരയിൽ 78.08% പോളിംഗ്. കുറവ് പത്തനംതിട്ട ജില്ലയിലും. പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് നേട്ടമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുന്നതെങ്കിലും ഉള്ളിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലാണ് കേരളം വിധിയെഴുതിയത്. 5 ഘട്ടങ്ങൾ കൂടി ഇനി കഴിയാനുണ്ട്. അതിനുശേഷം ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. എന്തായാലും കൊച്ചി കായൽ ഇത്തവണ ആര് നീന്തി കയറുമെന്നും ചാലക്കുടി മണ്ഡലം ആര് പിടിച്ചെടുക്കുമെന്നും കാത്തിരുന്ന് തന്നെ കാണാം.